ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ. നമ്മളെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസമൊക്കെ മസ്റ്റായിട്ട് എല്ലാ വീടുകളിലും നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവട്ടെ. വെള്ളിയാഴ്ച മാത്രമല്ല, ഞായറാഴ്ച അതെ കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. തട്ടിക്കൂട്ട് ബിരിയാണി പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അത് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. വീഡിയോസ് ആരെങ്കിലും കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അതുപോലത്തെ ഒരു 3-4 സവാളയുണ്ട്, മീഡിയം സൈസ് വലുപ്പത്തിലുള്ള. പിന്നെ നമ്മുടെ പച്ചമുളക്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരുമിച്ചെടുത്ത് നന്നായിട്ട് ചതച്ചെടുത്തു. അതും കൂടി ഇട്ട് കൊടുത്തു. വെറുതെ അരിഞ്ഞ് സമയം കളയണ്ടല്ലോ. അപ്പോൾ അത് ജസ്റ്റ് വഴറ്റി സമയം കളയൊന്നും വേണ്ട. അതിലേക്ക് നമുക്കിതിരി ഉപ്പിട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് വെറുതെ ഇങ്ങനെ വഴറ്റിയെടുത്ത് ബ്രൗൺ കളർ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് മസാലക്കും ചിക്കനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത്തിരി തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ പണി. അത്രയും മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മളിവിടെ തക്കാളി ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 തക്കാളി ഇട്ട് അതും കൂടി ഇട്ട് ചിക്കനും ഇട്ട്. തക്കാളി ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പും ചിക്കനും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. നല്ല കട്ട തൈരാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല പൗഡർ ഉണ്ട്. അതിൻ്റെ റെസിപ്പി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, കടകളിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു ബിരിയാണി മസാല പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി. വേറെ ഒന്നും ഗരം മസാലപ്പൊടിയോ മറ്റുള്ള പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട. ഇതിൽ ഈ ഒരു പൊടി ആവശ്യത്തിനനുസരിച്ച്, ഇതിൽ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആവശ്യത്തിന് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് മല്ലിയില ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട. നമ്മുടെ മസാലയ്ക്ക് ഇത്രയും മതി. ആ ചിക്കനും സവാളയിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അത്യാവശ്യം വെള്ളം അതിലുണ്ടാവും. അപ്പം ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് ഒരു 80% കുക്കായാൽ മതി കേട്ടോ. വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു വിസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ലോ ആക്കും. എന്നിട്ട് ഒരു വിസിലും കൂടി കേട്ടോ. ഒരുപാട് വിസിൽ പോയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതവിടുന്ന് ഒരു 80% ചിക്കൻ കുക്കായാൽ മതി. മൊത്തമായിട്ട് കുക്കാവരുത്. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 3-4 പീസ് ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലും നെയ്യും കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യത്തിന് ഉപ്പും ആ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 80% അല്ലെങ്കിൽ 60% to 80% റൈസ് അത്രയും കുക്കായാൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമെന്ന് പറയില്ലേ, ആ ടൈമിന് നന്നായിട്ട് കുക്കായിപ്പോൾ. നന്നായിട്ട് കുക്കായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ദമ്മിടുന്നതെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി കുഴഞ്ഞു പോവും. പിന്നെ നമ്മൾ ഈ റൈസിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ റൈസുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വേറിട്ട് നിൽക്കില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പാണ്. നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീര് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഉപ്പ് നോക്കുക. ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് ഒരു 60 to 80% അതിൻ്റെ ഇടയിൽ വരെ ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, ഓൾറെഡി നമ്മുടെ റൈസ് ഒരു അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 70% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ,
അത് നേരെ ഇതിലേക്ക് തട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന്. കറക്റ്റായിട്ട് നമ്മൾ ദം ഇടണമെങ്കിൽ ആദ്യം കുറച്ച് റൈസ്, പിന്നെ കുറച്ച് മസാല, പിന്നെ കുറച്ച്, അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തട്ടിക്കൂട്ടി ബിരിയാണി ആക്കിയാൽ മതി കേട്ടോ. നമ്മുടെ മസാല മൊത്തമായിട്ട് ഇതിലൊഴിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് നമ്മൾ അത്രയും ഒഴിക്കേണ്ട. 1 ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമ്മൾ മസാലയിൽ വെള്ളമുണ്ടാകും. അപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാല പൊടി അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് വിതറി കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുത്തു. ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പം നമ്മുടെ ചോറും കറക്റ്റ് വെന്ത് കിട്ടും, നമ്മുടെ ചിക്കനും കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞ ശേഷം എടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നു, ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. അതിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ, താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ